Good morning all. Welcome to our new class. Let's be discuss about the concept marketing mix in marketing management. What is marketing mix? നമുക്ക് നോക്കാം അല്ലെ എന്താണ് മാർക്കറ്റിംഗ് മിക്സ്. Marketing mix is the set of controllable variable and their levels that the firm use to influence the target market. Marketing mix is the combination of various elements, namely product, price, place, promotion. ഈ മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് നോക്കാം. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടെ എന്തുണ്ടാവും? ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാകും. ഇപ്പൊ നമ്മളൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മാനുഫാക്ചറിങ് സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബേബി സോപ്പിന്റെ ഒരു സെഗ്മെന്റ് ഉണ്ടാവും, ബാത്തിങ് സോപ്പിന്റെ സെഗ്മെന്റ് ഉണ്ടാവും, ബാത്ത് സോപ്പിന്റെ സെഗ്മെന്റ് ഉണ്ടാവും. ഇതിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ബേബി സോപ്പിലാണെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേബീസ് ആണ്, അല്ലെങ്കിൽ ബേബി സോപ്പ് ആയിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഡിസൈൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. നോക്കാം. മാർക്കറ്റിംഗ് മിക്സ് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. ഇതില് വേരിയസ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് അതല്ലെങ്കിൽ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, product. Second one, price. Third one, place. Fourth one, promotion. ഇനി ഈ 4 പീസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one, product. Product is the tangible or intangible offering that your business provide to customers. It includes the features, the design, quality, packaging and branding of the product. പ്രോഡക്റ്റ് എന്താണ്? ഒന്നുകിൽ ഒരു ടാഞ്ചിബിൾ ആകാം, അതല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആകാം. ഓഫറിംഗ് ടു ബിസിനസ് ടു പ്രൊവൈഡ് കസ്റ്റമേഴ്സിന് ബിസിനസ് ഓഫർ ചെയ്യുന്ന ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫീച്ചേഴ്സ്, ഡിസൈൻ, ക്വാളിറ്റി, പാക്കേജിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. പ്രൊഡക്റ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആണ്? അതിന്റെ ഡിസൈന്, ക്വാളിറ്റി, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. Second one, price. Price is the monetary value assigned to the product or service. നമ്മുടെ പ്രൊഡക്റ്റിന് അസൈൻ ചെയ്യുന്ന മോണിറ്ററി വാല്യൂനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. Third one, place. Place is also known as distribution. This element focus on making the product available to your customers at the right place and the right time. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എത്തിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം, പ്ലേസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. അതിനെയാണ് മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് കാണുന്നത്. അടുത്തത് പ്രൊമോഷൻ. The communication and marketing activities that advertise your product or service to the target audience. നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് എത്തണം. പല അഡ്വർടൈസിലൂടെയും പല ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെയും നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ആ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കണം. അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ അഡ്വർടൈസുകൾ കൊടുക്കലുണ്ടല്ലോ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും. അതൊക്കെയാണ് പ്രൊമോഷനിൽ വരുന്നത്. നോക്കാം. ഇപ്പൊ നമ്മൾ 4 പീസസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിൽ ഈ ഒരു 4 പീസിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, 4 സീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ നമ്മൾ എന്താണ് കസ്റ്റമർ വാല്യൂ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്താണ് കസ്റ്റമർ വാല്യൂ ആക്കി മാറ്റുമ്പോൾ ഉള്ള ചേഞ്ചസ്? സ്റ്റഡി കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള ഒരു വസ്തു ആണെങ്കിൽ അതിനെ കസ്റ്റമർ വാല്യൂ ആക്കി മാറ്റുമ്പോൾ കസ്റ്റമറിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിലേക്ക് മാറുമ്പോൾ 4C മാറുമ്പോഴുള്ള ചേഞ്ചസ് വരുന്നത്. നെക്സ്റ്റ് വൺ, പ്രൈസ്.
പ്രൈസ് എന്താണ്? നമ്മൾ അസൈൻ ചെയ്യുന്ന മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ അത് കോസ്റ്റ് ടു സാറ്റിസ്ഫൈയിലേക്ക് മാറുമ്പോൾ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമേഴ്സ് കോസ്റ്റ് ടു സാറ്റിസ്ഫൈ ദോസ് വാണ്ട്. നമ്മൾ എന്താണ് കസ്റ്റമറിന്റെ നീഡ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോസ്റ്റ് ആയിരിക്കണം നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, തേർഡ് വൺ പ്ലേസ്. പ്ലേസ് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അവൈലബിൾ ആകണം. അതിനെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. എന്നാൽ അത് സിയിലേക്ക് മാറുമ്പോൾ കൺവീനിയൻസ് ടു ബൈ. നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിന്റെ കൺവീനിയൻസിനനുസരിച്ചിട്ടായിരിക്കണം അവൈലബിൾ ആവേണ്ടത്, അല്ലെ? ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാണ്, അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് അത് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോ US-ലൊക്കെ നമ്മളൊരു 15 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ, ആമസോണിൽ ഒരു 15 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അവര് നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ നമ്മുടെ വീട് ഫിറ്റ് ചെയ്തു തരും. നെക്സ്റ്റ് വൺ പ്രൊമോഷൻ. പ്രൊമോഷൻ എന്താണ്? നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വർടൈസിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നാൽ കമ്മ്യൂണിക്കേഷനിലേക്ക് അത് മാറുമ്പോൾ ഫോക്കസ് ഓൺ ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനായിട്ട് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോ ഇതാണ് 4P'സിൽ നിന്നും 4C'സിലേക്ക് മാറുമ്പോഴുള്ള മാറ്റങ്ങൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്താണ് മാർക്കറ്റിംഗ് മിക്സ്, അതുപോലെ തന്നെ 4P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, 4P's ടു 4C's, ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.